നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പുനഃസംഘടനയുടെ പുലിവാൽ. പാർട്ടി പുനഃസംഘടനാ വിഷയത്തിൽ തുടർ നടപടി ചർച്ചയുമായി AICC പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ. സംസ്ഥാനത്തെ രാഷ്ട്രീയകാര്യ സമിതി സമർപ്പിച്ച DCC പുനഃസംഘടനാ പട്ടികയിലും ആലോചന. സംസ്ഥാന ത്രിമൂർത്തികളെ ഡൽഹിക്ക് വിളിപ്പിക്കാനും സാധ്യത. UP നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ഒരു വിഭാഗം. രാഹുലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് മുതിർന്ന നേതാക്കൾ. പ്രിയങ്കയെ ജനറൽ സെക്രട്ടറി ആക്കുന്ന കാര്യത്തിലും തുടരാലോചന. നീട്ടിവച്ച സംഘടനാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചും വർക്കിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്കേറ്റ തിരിച്ചടി UPയിൽ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും യോഗം ചർച്ച ചെയ്യും. ചോർച്ചയിൽ ചർച്ച. വിഴിഞ്ഞം പദ്ധതിയിൽ CAG റിപ്പോർട്ട് ചോർന്നതിൽ നിയമസഭയിൽ തർക്കം. കരട് റിപ്പോർട്ട് ഉന്നയിക്കാനാവില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തള്ളി മുഖ്യമന്ത്രി. CAG റിപ്പോർട്ട് ചോരുന്നത് ആദ്യത്തെ സംഭവമല്ല. കരാർ ഒപ്പിട്ട സാഹചര്യത്തിൽ ഇനി കുറവുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും പിണറായി. അതേസമയം പുറത്തു വന്നത് അന്തിമ റിപ്പോർട്ട് അല്ലെന്ന് തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണമെന്ന് CAG ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ടിൽ മാറ്റം വന്നേക്കാമെന്നും കടന്നപ്പള്ളി. നിലപാടിന്റെ മറിമായം. ശബരിമല സ്ത്രീ പ്രവേശന കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കെ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കാമെന്ന നിലപാടിൽ സർക്കാർ. ഇക്കാര്യത്തിൽ മുൻ ഇടതു സർക്കാരിന്റെ കാലത്തെ നിലപാടിൽ മാറ്റമില്ലെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിക്കും. കേസ് നേരത്തെ പരിഗണിച്ചപ്പോൾ UDF സർക്കാരിന്റെ നിലപാടിൽ മാറ്റം വരുത്താതിരുന്ന സർക്കാർ നീക്കം ചർച്ചയായിരുന്നു. തുടർന്നാണ് അഭിഭാഷകനെ മാറ്റാനും LDFന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കാനുമുള്ള സർക്കാർ തീരുമാനം. നായികയോ നായകനോ? ഭീകരാക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയ്ക്ക് നടുവിൽ അമേരിക്ക നാളെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക്. അഭിപ്രായ സർവേകൾ ഹിലരിക്കും ട്രംപിനും ഒരുപോലെ മുന്നേറ്റ സാധ്യത പ്രവചിക്കുന്ന തിരഞ്ഞെടുപ്പിന് ഫോട്ടോ ഫിനിഷിന്റെ ആവേശം. ന്യൂയോർക്കിൽ അതിജാഗ്രത. ഡെമോക്രാറ്റിക് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയ ഇമെയിൽ വിവാദത്തിൽ ഹിലരിക്കെതിരെ തെളിവില്ലെന്ന പുതിയ നിലപാടുമായി FBI മേധാവി. പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ നടപടികൾ ഉണ്ടാവില്ലെന്നും ജെയിംസ് കോമി. അവസാനവട്ട പ്രചരണത്തിൽ ഹിലരിയെ കടത്തിവെട്ടിയെന്ന ആത്മവിശ്വാസത്തിൽ ഡൊണാൾഡ് ട്രംപ്. വാതിൽ തുറന്നിട്ട് തെരേസ. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ ഡൽഹിയിൽ. ഇന്ത്യക്കാർക്കുള്ള വിസ നടപടികൾ വേഗത്തിലാക്കുമെന്ന പ്രഖ്യാപനം. ഇന്ത്യക്കാരുടെ വിദേശ നിക്ഷേപം ബ്രിട്ടനെ വൈവിധ്യമുള്ള രാജ്യമാക്കി. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ പദ്ധതികൾക്കും പിന്തുണ. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയ ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ രാജ്യ സന്ദർശനത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന തെരേസ പ്രതിരോധ വ്യാപാര മേഖലകളിലെ പരസ്പര സഹകരണം സംബന്ധിച്ച കരാറുകളിൽ ഒപ്പുവെക്കും. സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 2850 രൂപ, പവൻ 22,800 രൂപ. വെള്ളി ഗ്രാമിന് 45 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.